സാധാരണ മന്ന ഹോട്ടലിലെ ചായ കുടിക്കുന്ന നമ്മൾ ഇന്ന് എപ്പിസോഡിൽ എന്തുകൊണ്ട് റെഡ് ബുൾ വച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ ഗസ് ചെയ്യണം. ഒന്നെങ്കിൽ റെഡ് ബുൾ നമുക്ക് സ്പോൺസറായിട്ട് വന്ന് ഇത് നമുക്ക് ഫ്രീ ആയി കിട്ടിയ ഒരു സാധനമാണ്, അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബ് റവന്യൂ അത്രയധികം കൂടി നമ്മളിപ്പോൾ റെഡ് ബുള്ളൊക്കെ കുടിക്കും. പക്ഷെ ഇത് രണ്ടുമല്ല കേസ്. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കവർ ചെയ്യുന്ന റെഡ് ബുള്ളിൻ്റെ കഥയാണ്. കാരണം ഓ മാസു അതെ, അനീസിക്ക ചായ കാപ്പി ഒന്നും കുടിക്കൂല. ഒരു അപ്പോൾ എനിക്ക് തോന്നുന്നു, എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ബ്രാൻഡായിട്ട് തോന്നിയിട്ടുണ്ട് റെഡ് ബുള്ള്. കാരണം ഭയങ്കര ഒരു ലൈഫ് സ്റ്റൈൽ ബ്രാൻഡാണ്. പക്ഷേ ഇതിനെപ്പറ്റി കൂടുതൽ വായിച്ചു തുടങ്ങിയപ്പോഴാണ് ഇത് എനിക്കൊരു കാര്യം മനസ്സിലായെന്ന് വെച്ചാൽ, ഇത് ആദ്യം ഫോർമുലേറ്റ് ചെയ്തത് ഇതുപോലെ റിച്ച് പോഷ് കിഡ്സിന് വേണ്ടിയിട്ടല്ല, ആക്ച്വലി ബ്ലൂ കോളർ വർക്കേഴ്സിന് വേണ്ടിയിട്ടാണ്. പിന്നെ എനർജി ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞൊരു പുതിയ കാറ്റഗറി ക്രിയേറ്റ് ചെയ്ത ഒരു പ്രോഡക്റ്റാണ് റെഡ് ബുൾ. അപ്പോൾ ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് റെഡ് ബുള്ളിൻ്റെ കഥയാണ്. ഒരു കഥ സുലട്ടുമാണ്. ഇതിന് കിട്ടിയില്ലെങ്കിൽ സൗണ്ട്. അപ്പം റെഡ് ബുള്ള് അല്പം ബഡ്ജറ്റ് കട്ട് അനീസിക്കയ്ക്ക് അല്ലാതെ ഇതിന്റെ കൂടെ അനീസിക്കയുടെ അച്ചാർ തൊട്ട് കൂട്ടാനുണ്ടായിരുന്നെങ്കിൽ. അപ്പം റെഡ് ബുൾ ഒറിജിനലി ഫോർമുലേറ്റ് ചെയ്ത ഒരു തായ്ക്കാരനാണ്. ഓക്കെ, തായ്ലൻഡിൽ ഒരു വളരെ ഇൻട്രോവേർട്ടഡായിട്ട് അത്ര ഇൻ്റർവ്യൂസ് കൊടുക്കാത്ത, പക്ഷേ ഇപ്പോൾ റെഡ് ബുള്ളിൻ്റെ ഓണർ ആയതുകൊണ്ട് ഒരു മൾട്ടി ബില്യണിയറായി. പുള്ളി മരിച്ചു വരും 2012. പക്ഷേ പുള്ളി മൾട്ടി ബില്യണറാണ്. പക്ഷേ പുള്ളി ഭയങ്കര റെക്ലൂസാണ്. പുള്ളി അത്ര ഇൻ്റർവ്യൂ ഒന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ പുള്ളിയുടെ ഇയർ ഓഫ് ബർത്ത് അത്ര ഉറപ്പൊന്നുമില്ല ആൾക്കാർക്ക്. പക്ഷേ ഒരു 1923-25 ആ കാലഘട്ടത്തിലാണ്. പുള്ളിയുടെ പേരാണ് ചാലിയോ യോ വിദ്യ. ഓക്കെ, അപ്പോൾ ചാലിയോ യോ വിദ്യ തായ്ലൻഡിൽ ഒരു ഉൾഗ്രാമത്തിൽ, ഫിച്ചിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഉൾഗ്രാമത്തിലാണ് ജനിക്കുന്നത്. പുള്ളിയുടെ പാരൻസ് ചൈനീസ് ഇമിഗ്രൻസ് ആണ്. അവർക്ക് ഡക്ക് ഫാർമിങ്ങും ഡക്ക് ഫാർമിങ്ങും പിന്നെ ഫ്രൂട്ട്സ്, അങ്ങനെ ഫാർമേഴ്സ് ആയിരുന്നു ബേസിക്കലി. അപ്പം ചാലിയോയ്ക്ക് വലിയ എഡ്യൂക്കേഷൻ ഒന്നും കിട്ടിയിട്ടില്ല. ചാലിയോ വളരെ ബുദ്ധിമുട്ടിയാണ് വളർന്നത്. എന്നിട്ട് ചാലിയോ കുറച്ചുകൂടി ഒരു ലൈഫിൽ ഓപ്പർച്യൂണിറ്റി സീക്ക് ചെയ്തിട്ടാണ് ബാങ്കോക്കിലോട്ട് വരുന്നത്. ബാങ്കോക്കിലോട്ട് വരുമ്പോൾ ചാലിയോയുടെ മാമൻ്റെ കെമിസ്റ്റ് കടയിൽ നിൽക്കുന്നു, ബസ് ഡ്രൈവറായിട്ട് വർക്ക് ചെയ്യുന്നു, പിന്നെ ഒരു ഫാർമസ്യൂട്ടിക്കൽ സെയിൽസ്മാൻ ആകുന്നു. അപ്പോഴാണ് ചാലിയോയ്ക്ക് ഒരു ഓൺട്രപ്രണർഷിപ്പ് സാധനം വരുന്നത്. അങ്ങനെ ചാലിയോ സ്വന്തമായിട്ട് ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനി 1962 തുടങ്ങുകയാണ്, TC ഫാർമസ്യൂട്ടിക്കൽ. ഓക്കെ, അങ്ങനെ പുള്ളിക്കാരൻ ആൻറ്റിബയോട്ടിക്സും കോസ്മെറ്റിക് പ്രോഡക്ട്സും ഒക്കെ തായ്ലൻഡിൽ തന്നെ മാനുഫാക്ചർ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ സമയത്താണ് തായ്ലൻഡും എൻറ്റയർലി ഒരു ഇൻഡസ്ട്രിയൽ എക്കോണമി ആയിട്ട് വരുന്നത്, അപ്കമ്മിങ് ഒരു ഇൻഡസ്ട്രിയൽ എക്കോണമി ആയിട്ട് വരുന്നത്. ഇതിനു മുമ്പേ തായ്ലൻഡ് പ്രൈമറിലി ഒരു ഫാർമിംഗ് എക്കോണമി ആയിരുന്നു. അങ്ങനെ ഈ ഇൻഡസ്ട്രിയൽ എക്കോണമിയായി വന്ന സമയത്താണ് ചാലിയോ TC ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങുന്നു. പുള്ളിക്കാരൻ ആവശ്യത്തിന് ഇതിൽ നിന്ന് നന്നാവുന്നുണ്ട്. അങ്ങനെ ഒരു 1970s ഒക്കെ ആയപ്പോഴാണ് പുള്ളി ഒരു മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി കാണുന്നത്. അതായത് ആ സമയത്താണ് ജപ്പാനിൽ നിന്ന് കുറേ കമ്പനീസ് ജപ്പാൻ ലേബറേഴ്സിനെ വെച്ചിട്ട് തായ്ലൻഡിൽ കുറച്ച് ഫാക്ടറീസ് റൺ ചെയ്യായിരുന്നു. അപ്പോൾ അവരുടെ ഇടയ്ക്ക് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു എനർജി ഡ്രിങ്ക് ആയിരുന്നു ലിപ്പോ വിറ്റൻ ഡി എന്ന് പറയുന്നത്. പക്ഷേ അത് കുറച്ചുകൂടി ഒരു മരുന്നിൻ്റെ ടേസ്റ്റ് ആയിരുന്നു, നല്ല ടേസ്റ്റ് അല്ലായിരുന്നു. പക്ഷേ ഇത് ഭയങ്കര പോപ്പുലർ ആയിരുന്നു ഈ ലേബറേഴ്സിൻ്റെ ഇടയ്ക്ക്. അപ്പം ചാലിയൊക്കെ ഒരു ഐഡിയ തോന്നി, എന്തുകൊണ്ട് ഞാനൊരു നല്ല ടേസ്റ്റ് ഉള്ളൊരു എനർജി ഡ്രിങ്ക് ഉണ്ടാക്കിക്കൂടാന്ന്. അങ്ങനെ ചാലിയോ കുറേ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടാണ് ചാലിയോ 1976 ക്രേറ്റിംഗ് ഡയങ് എന്ന് പറയുന്ന ഒരു ഡ്രിങ്ക് ഡെവലപ്പ് ചെയ്യുന്നത്. ക്രേറ്റിംഗ് ഡയങ്ങിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്, ക്രേറ്റിംഗ് എന്ന് പറഞ്ഞാൽ റെഡ്, ഡയങ് എന്ന് പറഞ്ഞാൽ ബുള്ള്. അപ്പോൾ മനസ്സിലായല്ലോ കഥ എങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ പുള്ളി ക്രേറ്റിംഗ് ഡയങ് എന്ന് പറഞ്ഞിട്ട് അയാൾ ടാർഗറ്റ് ചെയ്ത ബ്ലൂ കോളർ വർക്കേഴ്സിനാണ്. കൺസ്ട്രക്ഷൻ വർക്കേഴ്സ്, ഫാക്ടറി വർക്കേഴ്സ്, ലോറി ഡ്രൈവേഴ്സ്. അവർക്കൊരു റിഫ്രഷ്മെൻറ്റ് ഡ്രിങ്ക് പോലെയാണ് ഇത്. വളരെ ഒരു ചീപ്പ് പ്രോഡക്റ്റ് ആയിരുന്നു. പക്ഷേ ഇത് പെട്ടെന്ന് തന്നെ വളരെ പോപ്പുലറായി. പണ്ടത്തേക്ക് ക്രേറ്റിംഗ് ഡയങ്ങിൻ്റെ ആഡിൽ റൂറൽ ഏരിയാസിൽ വർക്കേഴ്സ് വർക്ക് കഴിഞ്ഞിട്ട് ചില്ല് ചെയ്യുമ്പോൾ കുടിക്കുന്ന ഡ്രിങ്കായിട്ടാണ് ഇവരിത് പൊസിഷൻ ചെയ്തത്. അതേപോലെ തന്നെ തായ്ലൻഡിലെ ഏറ്റവും പോപ്പുലർ സ്പോർട്സാണ് ബോക്സിങ്, മൊയ്ത്തൈ ഒക്കെ. അതിൻ്റെ മെയിൻ സ്പോൺസറായി അങ്ങനെ റെഡ് ബുള്ള് ഒരു എനർജി, കോൺസെൻട്രേഷൻ, സ്പീഡ് അങ്ങനെയൊക്കെ എൻഹാൻസ് ചെയ്യുന്ന ഒരു ഡ്രിങ്കായിട്ട് പൊസിഷൻ ചെയ്തത്. അപ്പോൾ റെഡ് ബുള്ളിൻ്റെ ലോഗോയിൽ ഉള്ള ഒരു സണ്ണിൻ്റെ മുകളിൽ ഫ്രണ്ടിൽ നിൽക്കുന്ന 2 ബുള്ളാണ്. അപ്പോൾ ഈ സണ്ണെന്ന് പറഞ്ഞാൽ എനർജിയാണ്, ഓക്കെ, ബുള്ളെന്ന് പറഞ്ഞാൽ പവറാണ്.
ഈ റെഡ് എന്ന് പറഞ്ഞാൽ പെർസീവറൻസ് ആണ്. ഓക്കെ. അപ്പോൾ ഇത് അന്ന് തൊട്ടേ ക്രിയേറ്റിംഗ് ഡയങ്ങിൻ്റെ ലോഗോ ഇത് തന്നെയാണ്. ഓക്കെ. പക്ഷേ ക്രിയേറ്റിംഗ് ഡയങ് ഒരു കുപ്പിയിൽ, ഒരു മരുന്ന് കുപ്പിയിൽ വിൽക്കപ്പെട്ടിരുന്ന ഒരു ഡ്രിങ്ക് ആയിരുന്നു ക്രിയേറ്റിംഗ് ഡയങ്. ശരിക്കും ഒരു മരുന്നിന്റെ ടേസ്റ്റ് ഫീൽ ചെയ്യുന്നു കേട്ടോ. ആ ഉണ്ട്. പണ്ട് ഇതിൻ്റെയും കാട്ടി മോശമായിരുന്നു. പണ്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു എനർജി ഡ്രിങ്ക് ഇല്ല. ബേസിക്കലി മരുന്ന് പോലത്തെ, അതായത് പ്ലഷറിന് വേണ്ടിയിട്ടല്ല, കൂടുതൽ നെസസിറ്റിക്ക് വേണ്ടിയിട്ട്. കാരണം അവർക്ക് ലോങ് അവേഴ്സ് വർക്ക് ചെയ്യേണ്ടി വേണ്ടി നെസസിറ്റിക്ക് വേണ്ടി കുടിച്ചുകൊണ്ടിരുന്ന സാധനമായിരുന്നു ഈ എനർജി സപ്ലിമെന്റ്സ് ഒക്കെ. പക്ഷെ അതൊരു പോപ്പുലർ പ്രോഡക്റ്റ് ആക്കിയത് ചാലിയോ അല്ല. ഓക്കെ. അപ്പോൾ ചാലിയോ ഈ സാധനം ഭയങ്കര ഹിറ്റായി. പുള്ളി ഹോങ്കോങ്, സിംഗപ്പൂരിലൊക്കെ വിറ്റ് തുടങ്ങുന്ന സമയത്താണ് 1980s തായ്ലൻഡിലോട്ട് ഡീട്രിക് മാസച്ചിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓസ്ട്രിയൻ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് ബിസിനസ് ട്രിപ്പിന് വരുന്നത്. അങ്ങനെ ഇയാൾ ഈ ക്രിയേറ്റിംഗ് ഡാങ്ക് കുടിക്കുമ്പം അയാളുടെ ജെറ്റ് ലാഗ് ക്യൂർ ആവുന്നു. അപ്പോൾ അയാൾ ഭയങ്കര ഇമ്പ്രസ്ഡ് ആയി ഈ ഒരു സാധനത്തിൽ. ഇനി ഈ ഡേട്രിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ, ഡേട്രിച്ച് എന്ന് പറയുന്ന പുള്ളി ഓസ്ട്രിയയിൽ അഗൈൻ ഒരു വില്ലേജിൽ ജനിച്ച ഒരാളാണ്. പുള്ളിയുടെ ഫാമിലിയിലുള്ള കൂടുതൽ ആൾക്കാർ പാസ്റ്റേഴ്സ്, ഒഫീഷ്യൽസ്, ടീച്ചേഴ്സ് അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ പുള്ളി കുറച്ചുകൂടെ ഒരു ഫ്രീക്കായിരുന്നു. പുള്ളി കുറച്ചുകൂടെ ഒരു ഈ ഓണ്ടർപ്രണറൽ മനുഷ്യനായിരുന്നു. ഉദാഹരണത്തിന് പുള്ളിക്കാണെങ്കിൽ പുള്ളിയുടെ വില്ലേജിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടി പുള്ളിയുടെ അമ്മയുടെ അടുത്ത് പറഞ്ഞ് എനിക്ക് ഷിപ്പിംഗ് എഞ്ചിനീയറിംഗ് പഠിക്കണം, കാരണം ഇത് വിയന്നയിലേ ഉള്ളൂ. അങ്ങനെ പുള്ളി വിയന്നയിലോട്ട് വരുന്നു. എന്നിട്ട് പുള്ളി 10 വർഷം എടുത്താണ് കോളേജ് തീർത്തത്. അയാൾ പല പല കോഴ്സസ് മാറി മാറി അവസാനം കൊമേഴ്സിൽ ഒരു ഡിഗ്രി എടുക്കുകയായിരുന്നു. ഈ സമയത്ത് ഇയാളുടെ പാഷനായ അഡ്വഞ്ചർ സ്പോർട്സ് ആയിരുന്നു. ഇയാൾ അവിടെ സ്കീയിങ് ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യായിരുന്നു. അയാൾ 10 വർഷം കഴിഞ്ഞ് കോളേജ് തീർത്തിട്ട് അയാൾ ഒരു ജർമ്മൻ ടൂത്ത് പേസ്റ്റ് കമ്പനിയിൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവായിട്ട് ജോയിൻ ചെയ്യുന്നു. ഉടനെ തന്നെ പുള്ളി വളർന്ന് വലിയൊരു പൊസിഷനിലെത്തുന്നു. അതിൻ്റെ ഇൻ്റർനാഷണൽ മാർക്കറ്റിംഗ് ഡയറക്ടർ ആവുന്നു. പക്ഷേ ജോലി കഴിഞ്ഞ് 10 വർഷം കഴിഞ്ഞപ്പം പുള്ളിക്ക് ആകെ മൊത്തം ബോറായി. അതായത് പുള്ളിക്ക് ഇനി പുള്ളിയുടെ ജീവിതം ഇങ്ങനെ സസ്റ്റൈനബിൾ അല്ല, കോർപ്പറേറ്റ് പുള്ളിക്കുള്ളൊരു സാധനമല്ല. സെയിം ഫ്ലൈറ്റ്, സെയിം സൂട്ട്, സെയിം ആൾക്കാർ. പുള്ളിക്ക് ഭയങ്കര മോണോട്ടണി അടിച്ചു തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഹോങ്കോങ്ങിൽ പുള്ളി ഒരു ന്യൂസ് വായിക്കുന്നത്. അതായത് ജപ്പാനിലെ ഏറ്റവും വലിയ ടാക്സ് പെയർ ഈ ലിപ്പോവിറ്റൻ കമ്പനിയാണ്. അപ്പോഴാണ് ഇയാൾക്ക് കത്തിയത്. അതായത് ഈ എനർജി ഡ്രിങ്ക് എന്ന് പറയുന്നത് വളരെ വലിയ കാറ്റഗറിയാണ്. പക്ഷേ യൂറോപ്പിലോ വെസ്റ്റിലോ ഈ ഒരു പ്രോഡക്റ്റ് വന്നിട്ടേ ഇല്ല, ഇങ്ങനത്തെ ഒരു കാറ്റഗറി ഇല്ല. അപ്പോൾ ഇത് ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണ്ടിട്ട് ഇയാൾ നേരത്തെ കുടിച്ച ക്രിയേറ്റിംഗ് ഡയങ്ങിൻ്റെ ഫൗണ്ടറായ ചാലോ യോ വിദ്യേനെ പോയി ഡേട്രിക് കാണുകയാണ്. ആദ്യം ചാലോ യോ വിദ്യ സമ്മതിച്ചില്ല. പിന്നെ എന്തൊക്കെയോ പറഞ്ഞ് അവസാനം അവർ 1984 റെഡ് ബുൾ ഓസ്ട്രിയൻ കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യുന്നത്. ഇതിൽ ഇവർ രണ്ടുപേരും $500,000 ഇടുന്നുണ്ട്. ഡേട്രിക് മാസ്റ്റിക്സിന് റെഡ് ബുള്ളിൻ്റെ 49% ഉണ്ട്, ചാലിയോയിന് 49% ഉണ്ട്, ചാലിയോയുടെ ഏതോ ഒരു മോൻ്റെ 2% ഉണ്ട്. പുള്ളിയായിരിക്കും ഡീല് സെറ്റാക്കി കൊടുത്തത്. അപ്പോൾ അങ്ങനെയാണ് അവർ റെഡ് ബുള്ള് രജിസ്റ്റർ ചെയ്യുന്നത്. പക്ഷേ റെഡ് ബുള്ള് ഇനീഷ്യലി 1984 രജിസ്റ്റർ ചെയ്തെങ്കിലും അവർക്ക് യൂറോപ്പിൽ ഇങ്ങനത്തെ ഒരു പ്രോഡക്റ്റ് ഇറക്കണമെങ്കിൽ കുറേ ഹെൽത്ത് ക്ലിയറൻസ് ഒക്കെ വേണം. കാരണം ഇതിൽ കെഫീൻ, ടൊറീൻ അങ്ങനത്തെ കുറേ കെമിക്കൽസ് ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് ആദ്യത്തെ മാർക്കറ്റ് ടെസ്റ്റിങ്ങിലൊക്കെ ഇതൊരു ഭയങ്കര ഫെയിലിയർ ആയിരുന്നു. ആൾക്കാർ പറഞ്ഞു, ഈ ഫേംസ് പറഞ്ഞു, അവർ റിസർച്ച് ഫേംസ് പറഞ്ഞു ഇതൊരിക്കലും ഇവിടെ ഹിറ്റ് ആവില്ല. ഇത് ടെസ്റ്റ് ചെയ്ത ആൾക്കാർ പറഞ്ഞു ഇത് ഭയങ്കര ഡിസ്കസ്റ്റിംഗ് ടേസ്റ്റിംഗ്, ഭയങ്കര സ്റ്റിക്കിയാണ് എന്നുള്ള. എന്നാലും ഡേട്രിക്കിന് ഭയങ്കര കോൺഫിഡൻസ് ആണ് ഈ പ്രോഡക്റ്റിന്. ഡേട്രിക്കിന് ഈ പ്രോഡക്റ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ. അങ്ങനെ ഡേട്രിക്ക് കുറച്ചുകൂടി ഇതിൽ ഇന്നോവേഷൻ ചെയ്താണ്. ഇത് കാർബണേറ്റ് ചെയ്ത് ഇത് കുറച്ചുകൂടെ ലൈറ്റർ പാലറ്റാക്കി ഒരു വെസ്റ്റേൺ ഒരു കസ്റ്റമർ ബേസിന് ഇഷ്ടപ്പെടുന്ന രീതിയിലോട്ട് ഇതിൻ്റെ പ്രോഡക്റ്റ് മാറ്റുകയും ഈ മരുന്ന് കുപ്പിയിൽ നിന്ന് മാറി ഒരു സ്ലീക്ക് ബ്ലൂ ആൻഡ് സിൽവർ ക്യാനിലോട്ട് ഇതിൻ്റെ ബ്രാൻഡിങ് മാറ്റി റെഡ് ബുള്ള് പുള്ളി 1987 ഇറക്കുന്നത്. റെഡ് ബുള്ള് 1987 ഇറക്കി കഴിഞ്ഞിട്ട് 1988 ഒക്കെ ആയപ്പോൾ സാധനം ഒന്ന് സെറ്റായി. അതായത് യൂറോപ്പിലൊക്കെ നല്ല സെയിൽസ് തുടങ്ങി. പക്ഷേ അവർക്ക് പലയിടത്ത് പോകുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുന്ന പറഞ്ഞാൽ അവിടെ ഓൾറെഡി ലോക്കൽ ഓൾട്ടർനേറ്റീവ്സ് ഉണ്ട്. അങ്ങനെ ഇത് ഒരു സ്റ്റഡി സ്റ്റേറ്റിൽ പോകുന്ന ഒരു ബിസിനസ്സായിരുന്നു റെഡ് ബുള്ള്. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ മാർക്കറ്റിങ്ങിന്, കാരണം ഇതൊരു പുതിയ പ്രോഡക്റ്റാണ്, അപ്പോൾ പുതിയ പ്രോഡക്റ്റിന് ഒരു ഇന്നോവേറ്റീവ് മാർക്കറ്റിംഗ് വേണം എന്നുള്ളത് കൊണ്ട് ഡേട്രിക്കിൻ്റെ ഐഡിയ ആയിരുന്നു ഇതിനെ നമുക്ക് എക്സ്ട്രീം സ്പോർട്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം എന്നുള്ള. അപ്പോൾ നിങ്ങൾ സാധാരണ റെഡ് ബുള്ളിൻ്റെ മാർക്കറ്റിംഗ് നോക്കുകയാണെങ്കിൽ അവർ ഈ പാരാഗ്ലൈഡിങ് കോമ്പറ്റീഷൻ, സ്നോ ബോർഡിങ്, അല്ലെങ്കിൽ മൗണ്ടൻ ബൈക്കിംഗ്, എക്സ്ട്രീം റേസിംഗ്, അടിപൊളി ഈ എക്സ്ട്രീം റേസിംഗ് അങ്ങനത്തെയുള്ള ഒരു ഇവൻറ്റ്സ് ആണ് അവർ സ്പോൺസർ ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇവർക്ക് കോമ്പറ്റീഷൻ കുറവാണ് അവിടെ. ഓൾസോ അവർക്ക് ഇതേപോലെ ഒരു എനർജി, അഡ്വഞ്ചർ, അഡ്രിനാലിൻ അങ്ങനത്തെ ഒരു പൊസിഷനിങ് ആണ് വേണ്ടത്. പിന്നെ ഡേട്രിക്കിനും ഇങ്ങനത്തെ എക്സ്ട്രീം സ്പോർട്സ് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇവർ ഈ എക്സ്ട്രീം സ്പോർട്സ് ഇവൻറ്റ്സ് കുറേ സ്പോൺസർ ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് റെഡ് ബുള്ളിനൊരു
ഭയങ്കര ഒരു മാർക്കറ്റ് ലീഡറായിട്ട് ഈ ഒരുപാട് സ്പ്രെഡ് ചെയ്യാൻ പറ്റിയത്. ഇന്ന് റെഡ് ബുള്ള് ഓൾമോസ്റ്റ് ഇയർലി 8 to 10 ബില്യൺ ക്യാൻസ് സെല്ലാവുന്നുണ്ട്. ഒരു 170 കൺട്രീസിലുണ്ട്. ഒരു $multi-billion ഒരു വലിയൊരു കമ്പനിയാണ് റെഡ് ബുൾ, വലിയൊരു ബ്രാൻഡാണ് റെഡ് ബുള്ള്. പക്ഷേ എന്നാലും അവർക്ക് കുറേ ഇതേപോലെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇവരുടെ ആദ്യത്തെ ബ്രേക്ക് ത്രൂ ഇതേപോലെ എക്സ്ട്രീം സ്പോർട്സ് വരി ഇതിനൊന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യായിരുന്നു. പിന്നീടാണ് ഡേട്രിക്ക് മനസ്സിലാക്കുന്നത് ഇതിൻ്റെ വേറെ ഒരു വലിയ യൂസ് കേസ് എന്ന് പറഞ്ഞാൽ ഈ ബാറിലൊക്കെ മിക്സറായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇവർ റീസെൻ്റ്ലി റെഡ് ബുൾ മാർക്കറ്റിങ്ങിൽ അവർ മറ്റേ പാർട്ടി ഗേൾസും റെഡ് ബുൾ പാർട്ടിയും പിന്നെ മറ്റേ മിനി കൂപ്പണിൽ റെഡ് ബുൾ വെച്ചിട്ട് ഫ്രീ റെഡ് ബുൾ കൊടുക്കുന്നതും അങ്ങനത്തെ ഉള്ളൊരു ബ്രാൻഡിങ് പിടിച്ചു. അങ്ങനെ റെഡ് ബുള്ള് വളരെ ഒരു വലിയ കമ്പനിയായി. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ ഇപ്പോൾ റെഡ് ബുൾ ആക്ച്വലി ഭയങ്കര ഒരു പോർഷ് എക്സ്ട്രീം സ്പോർട്സ് അഡ്വഞ്ചർ സീക്കേഴ്സ് പിന്നെ ഈ ഓഫീസിൽ ഭയങ്കര ഒരു കൂൾ സാധനമാണ്, കോളേജിലൊരു ഭയങ്കര കൂൾ സാധനമാണ്. അങ്ങനെ ഇവർ റെഡ് ബുൾ റീപൊസിഷൻ ചെയ്തു. ഇപ്പോൾ പെപ്സിയും കൊക്കക്കോളയും കഴിഞ്ഞാൽ ഏറ്റവും പോപ്പുലർ ഇത് കാർബണേറ്റഡ് ഡ്രിങ്ക് റെഡ് ബുള്ളാണ്. അതെ, റെഡ് ബുള്ളിന് 2014 ഒരു ലോ സൂട്ട് ഉണ്ടായിട്ടുണ്ട്. അതായത് ഇതിലാണെങ്കിൽ എത്ര കഫീൻ അതെ 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 അങ്ങനെയാണ് അവർ ഗിവ്സ് യു വിങ്സിന്റെ എതിരെ ഒരാൾ കേസ് കൊടുത്തു. അപ്പോൾ അവരാണെങ്കിൽ ആദ്യം റെഡ് ബുൾ ഗിവ്സ് യു വിങ്സ് എന്നായിരുന്നു, ഇപ്പൊ ഗിവ്സ് യു WIIINGS ആണ്. അത് ആ ലോ സൂട്ടിൽ ആൾക്കാർ സ്പ്രേ അടിച്ചു, പക്ഷെ പെണ്ണുകളൊന്നും എന്റെ അടുത്തോട്ട് ഓടി വരുന്നില്ല പറഞ്ഞ കേസ് കൊടുക്കുന്നത്. ആ കേസ് വന്നപ്പോഴാണ് റെഡ് ബുൾ ഗിവ്സ് യു വിങ്സ് എന്നുള്ള ഒരു 2-3 ഐ ആഡ് ചെയ്തു. സോ ദാറ്റ് അതൊരു ഫിക്ഷണൽ സാധനം എന്നുള്ള രീതിയിൽ ഇവരുടെ പരസ്യങ്ങളൊക്കെ അവര് പറയുന്ന ടാഗ് ലൈൻ അതാണ്, ഇതിൽ എഴുതിയിട്ടില്ല. പിന്നെ ഇവരുടെ ഒരു മാർക്കറ്റിംഗ് സാധനം എന്ന് പറഞ്ഞാൽ ഇവർ മൊത്തം ഒരു ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് ആണ്, അഡ്വഞ്ചർ സ്പോർട്ട്. അതായത് ഇതിൻ്റെ ഫൗണ്ടർ പറഞ്ഞിരിക്കുന്ന വി ഡോണ്ട് ബ്രിങ് പ്രോഡക്റ്റ് ടു പീപ്പിൾ, വി ബ്രിങ് പീപ്പിൾ ടു പ്രോഡക്റ്റ് എന്നാണ്. അതായത് ഇവരൊരു ഭയങ്കര അഡ്വഞ്ചർ എക്സ്ട്രീം ലൈഫ് സ്റ്റൈല് പ്രൊമോട്ട് ചെയ്തിട്ട് ആ ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് ഒരു താല്പര്യം തോന്നുന്ന ആൾക്കാരാണ് റെഡ് ബുൾ കുടിക്കുന്നത്. ഈ കുറെ ഇവരുടെ വീഡിയോസ് എന്നൊക്കെ പറഞ്ഞ ഓരോ മേഖലയിലുള്ള ഏറ്റവും എക്സ്ട്രീം ആയിട്ടുള്ള ആക്ട് ഒക്കെയാണ് ഇവരെ സ്പോൺസർ ചെയ്യുന്നത്. അതെ, ഇവര് ഏറ്റവും ഒരു പുള്ളി എടുത്ത് ചാടും. അതെ, ഇവരാണെങ്കിൽ പുതിയ അതെ ഇതിന്റെ ആ കഫീൻ അങ്ങനത്തെ എന്തൊക്കെയോ ചുമക്കുള്ള മനുഷ്യന്മാര് കഫീൻ നിറച്ച ചുമ. ഇത് ആക്ച്വലി ഈ റെഡ് ബുള്ള് ഒരു മേജർ ഇവന്റ് ചെയ്തതെന്ന് പറഞ്ഞാൽ ഫിലിപ്സ് ബോം കാർട്ട്നർ എന്ന് പറഞ്ഞ ഒരാൾ സ്ട്രാറ്റോസ് ജമ്പ് ചെയ്തിട്ടുണ്ട്. അതായത് പുള്ളി സ്ട്രാറ്റോസ്ഫിയറിൽ നിന്ന് എടുത്ത് ചാടി താരോട്ട് വന്നു. അത് മൊത്തം റെഡ് ബുള്ളാണ് സ്പോൺസർ ചെയ്തത്. അത് ഭയങ്കര ഒരു വൈറൽ ഇവന്റ് ആയിരുന്നു. പിന്നെ ഇതേപോലെ റെഡ് ബുൾ ഫ്ലൂക്ക് ടാഗ അങ്ങനെ എന്തോ ഒരു ഇവന്റ് ഉണ്ട്. അതിൽ ബേസിക്കലി ആൾക്കാർക്ക് അവരുടെ സ്വന്തം ഫ്ലൈയിങ് ഡിവൈസസ് കൊണ്ടുവന്ന് കമ്പീറ്റ് ചെയ്യാം. അങ്ങനെ അപ്പൊ അങ്ങനത്തെ ഒക്കെ ഉള്ള കുറെ വൈറൽ സാധനങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. മറ്റേ സോപ്പ് ബോക്സോ എന്താണ് ഒരു ചെറിയ കാർഡ്ബോർഡ് പെട്ടി കൊണ്ടൊക്കെ കാറൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ അത് കാണുമ്പോ അതിനകത്ത് ഞാൻ ഇതുവരെ ഒറ്റ സ്ത്രീ ഡ്രൈവർമാർ ഞാൻ അതിനകത്ത് കണ്ടിട്ടില്ല. അതൊരു ഞാൻ കണ്ട വീഡിയോസിൽ ഞാൻ കണ്ടിട്ടില്ല. അതിന്റെ ഒരു മാനദണ്ഡമാണെന്ന് എനിക്കറിയാൻ പാടില്ല. ഇത് മൊത്തം ഈ മണ്ടത്തരം മൊത്തം ചെയ്യുന്നത് ഇത് ചുമ്മാ ഇത് എക്സ്ട്രീം സ്പോർട്ട് ഒന്നുമല്ല. ഇത് ഇരിക്കുന്നത് ഭ്രാന്ത്, ഒരു തരം ഭ്രാന്ത്. അപ്പൊ ഇതാണ് റെഡ് ബുള്ളിന്റെ കഥ. ബ്ലൂ കോളേഴ്സിന് വേണ്ടി ഉണ്ടാക്കിയത് ഒരു ബ്ലൂ കളർ ഐഡന്റിറ്റി ആയി മാറിയ കഥ. ബ്ലൂ കളർ പക്ഷേ ബ്ലൂ കളർ ഇത് 125 രൂപയാണ് 250 ml എന്ന് വെച്ചാൽ ഇത് ആക്ച്വലി ഉണ്ടാക്കാൻ എത്ര 1 രൂപയൊക്കെ ആവുള്ളൂ. ഈ ഒരു ക്യാൻ എത്ര? 125. അല്ലെ, റെഡ് ബുള്ള് ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഇത് കൊക്കക്കോളയൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. ഈ ബോട്ടിൽ 40 രൂപയ്ക്ക് 50 രൂപ കിട്ടത്തില്ല. ഇല്ല, കൊക്കക്കോള ഒരു 1 ലിറ്റർ 40 രൂപ. ഈ സാധനം ഇങ്ങനത്തെ ബോട്ടിൽ നോക്കിയാൽ കൊക്കക്കോള ഈ ബോട്ടിൽ എന്ത് വില? അതെ അതെ 40 rupees. അതെ, ഇത് ഭയങ്കര ഫാൻസി സാധനം. ഇത് ശരിക്കും പണ്ട് നമുക്ക് പെപ്സിയും കൊക്കോളയും കുടിക്കാൻ കിട്ടുമ്പോഴും മറ്റേ ആ ക്യാനിൽ വരുന്ന കുടിക്കുമ്പോൾ ഒരു പവറായിരുന്നു. അത് അന്ന് ഇവിടെ നിന്ന് കിട്ടത്തില്ല. നമ്മുടെ ചെറുപ്പത്തിലെ ഗൾഫിൽ നിന്ന് മാമിമാരൊക്കെ വരുമ്പോൾ അവര് കൊണ്ടുവന്നാൽ മാത്രമേ അവര് 5-6 ബോട്ടിൽ കൊണ്ടുവരും. അപ്പം അതെല്ലാവർക്കും ഇങ്ങനെ മാറി മാറി പാസ് ചെയ്ത് അങ്ങനെ കിട്ടും. അങ്ങനെ ഇത് കിട്ടത്തില്ല. ഇപ്പൊ എനിക്ക് എല്ലാ കടയിലും ക്യാനുണ്ട്. ഇതിനെന്താ എന്ത് ക്യാനാ പറയാ? ഇങ്ങനെ പൊട്ടിച്ചിട്ട് റെഡ് ബുള്ളിന്റെ കഥ. ഓക്കെ കൊള്ളാം. നമ്മൾ ആദ്യമായിട്ട് സിനിമ കഥയിൽ നിന്നും ഫിക്ഷനിൽ നിന്ന് ഒരു റിയൽ ലൈഫ് കഥയിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഒരു കഥ ഇഷ്ടമാ ബിസിനസ് കഥയിലോട്ട് അല്ലേ? ഇതേപോലെ നിങ്ങൾക്ക് വേറെയും
കഥകൾ, ബിസിനസ് റിലേറ്റഡ് എന്തെങ്കിലും ബ്രാൻഡിനെ പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ 1-2 വീഡിയോസ് കണ്ടിട്ട് അതാണ് ഓക്കേസിന്റെ പ്രത്യേകത അതാണ് അല്ലേ. നിങ്ങൾക്ക് റിസർച്ച് ചെയ്യാൻ മടിയുള്ള സാധനങ്ങൾ നമ്മളിത് ഒരു ക്യാപ്സ്യൂലാക്കി നിങ്ങളെ കൊണ്ടുതരും. ഇവിടെ ഏത് കഥയും അതെ, ഏത് കഥയും വരും, എന്ത് കഥയും നമ്മൾ പറയും. ഓക്കെ, ഒരു കഥയും സ്ഥലത്ത്